Take page number 36. Our 9th chapter, A Letter to Saroj. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താണ്. I will read that lesson. Okay. Dear Saroj, look at your textbook. Dear Saroj, it's a letter to Saroj. അല്ലേ? ഇത് ആർക്കുള്ള ലെറ്റർ ആണ്? സരോജിനുള്ള ലെറ്റർ ആണ് അല്ലേ? Okay, it's a letter to Saroj. And who is writing this letter? ആര് ഇത് എഴുതുന്നത്? Aunt Uma. Okay. Then a letter to Saroj, 2 October 2010. Which is the late date? ഏതാ ഡേറ്റ്? 2nd October 2010. Okay. 2010 October 2 ആണ്. What is the speciality of 2nd October? What is the speciality of 2nd October? On ആണോ അത്? What is the speciality of yesterday? ഇന്നലത്തെ സ്പെഷ്യാലിറ്റി എന്താ? ഗാന്ധി ജയന്തിയാണ് അല്ലേ? ഓക്കെ, നോക്കുക. Here the date is 2nd October 2010. 2nd October 2010. എന്താ അലനെ? മിസ് ഇന്ന് എന്നെ കൊണ്ട് വായിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാനിപ്പോ ക്ലാസിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നതല്ലേ. ഞാൻ വായിപ്പിക്കുന്ന സമയമായില്ലല്ലോ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ കൈ കാണിക്കരുത് തന്നെ. Okay, then look at your textbook. Dear Saroj, happy birthday. Today you are 7 years old. Are you going out with your mother and father? Or are some friends coming home for a party? Today is a holiday and I am at home. I wish I were there to eat the sweets and ice cream with all of you. Okay, meaning noka. Look from the beginning. Dear Saroj, happy birthday. First wish cheyyanalle nammade aunt Uma wish cheyyana. Happy birthday. Aarku? Happy birthday Saroj alle? It's a letter to Saroj. Appo happy birthday aarka parayunnathu? Sarojinodana parayunnathu. Happy birthday. Today you are 7 years old. Innu ninakku etra vayasayi? Today you are 7 years old. Are you going out with your mother and father? ഇത് ചോദിക്കുകയാണ് അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ചോദിക്കുകയാണ്. Are you going out with your mother and father? ഇന്നത്തെ ദിവസം നീ നിന്റെ അച്ഛന്റെയും അമ്മേന്റെയും കൂടെ പുറത്തു പോകുന്നുണ്ടോ? Are you going out with your mother and father? Question mark ആണ്. That's a question. Or are some friends coming for a party? അതുമല്ലാന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പാർട്ടിക്ക് നിന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടോ? നിന്റെ ഫ്രണ്ട്സ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. Today you are 7 years old. Are you going out with your mother and father? Or are some friends coming home for a party? Then next para നോക്ക. Today is a holiday. Today is a holiday. നമ്മൾക്കറിയാം ഒക്ടോബർ 2 ഇന്നലെ ആയിരുന്നു അല്ലേ? ഇന്നലെ നമുക്ക് ഹോളിഡേ അല്ലേ? നിങ്ങൾക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല. Yesterday was a holiday. അപ്പൊ ഇവിടെ പറയാണ് today is a holiday. ഇത് ഏത് ദിവസമാണ് ലെറ്റർ എഴുതുന്നത്? October 2 അല്ലേ? 2nd October അല്ലേ? അപ്പൊ പറയാണ് ഇന്ന് നമ്മൾക്ക് ഹോളിഡേ ആണ് അല്ലേ? Today is a holiday and I am at home. അപ്പൊ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ I am at home. Okay, today is a holiday and I am at home. Here Auntie Uma says that today is a holiday and I am at home. She is at home. Auntie Uma at home. I wish I were there to eat the sweets and ice cream with you, all of you. എന്താ പറഞ്ഞത്? I wish means ആഗ്രഹിക്കുക. I wish I were there. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. I wish I were there. എന്തിനു വേണ്ടിയിട്ട്? To eat the sweets and ice cream with all of you. അല്ലെ? നിങ്ങളുടെ ഒക്കെ കൂടെ ഇരുന്നിട്ട് ആ ബർത്ത്ഡേന്റെ കേക്കും സ്വീറ്റ്സും then ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. Aren't you a lucky girl? നീ ഒരു ലക്കി ഗേൾ അല്ലേ? നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? Aren't you a lucky girl? We always have a holiday on your birthday. അപ്പൊ നമ്മൾക്ക് എന്താ ആഗ്രഹം ഉണ്ടാവും? നമ്മുടെ ബർത്ത്ഡേക്ക് സ്വീറ്റ്സും നമ്മുടെ ക്ലാസ്മേറ്റ്സിന് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇവിടെ നമ്മുടെ സരോജിന് പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഹോളിഡേ ആണ് അല്ലേ?
ഹോളിഡേ ആവുന്ന സമയത്ത് സ്കൂളിൽ പോകേണ്ട, ആർക്കും സ്വീറ്റ്സും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവിടെ ആന്റി ഉമ്മ ചോദിക്കാണ്, ആരൻറ് യു ലക്കി ഗേൾ, വി ഓൾവേസ് ഹാവ് എ ഹോളിഡേ ഓൺ യുവർ ബർത്ത്ഡേ. അല്ലെ, എപ്പോഴും നിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് ഹോളിഡേ ആയിരിക്കും. ഡു യു നോ വൈ? എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ഡു യു നോ, നിനക്കറിയാമോ? വൈ, എന്തുകൊണ്ട്, എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ഡു യു നോ വൈ? ഓക്കെ, എ ലോങ് ടൈം എഗോ, എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കാണ് അല്ലെ, എന്തുകൊണ്ടാണ് ഹോളിഡേ. എന്താ ഈ ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? അറിയോ ഗാന്ധി ജയന്തിന്റെ എന്തിനാ നമ്മൾ ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഓക്കെ, നമുക്ക് നോക്കാം. എ ലോങ് ടൈം എഗോ, ഒരുപാട് കാലം മുന്നേ. എ ലോങ് ടൈം എഗോ, എഗോ മീൻസ് മുമ്പേ. എ ലോങ് ടൈം എഗോ ദ ബ്രിട്ടീഷ് റൂൾഡ് അവർ കൺട്രി. അല്ലെ, ഒരു 100, 200, 2000 വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മുടെ ഇന്ത്യ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ഇന്ത്യ ഈസ് റൂൾഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. അല്ലെ, ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത്. ദ ഇന്ത്യൻസ് വർ മിസറബിൾ, they were not free in their own country. നമ്മുടെ ഇന്ത്യക്കാര് ഇപ്പൊ നമ്മൾക്ക് എന്തുണ്ട്? ഫ്രീഡം എന്നല്ലേ, we have freedom to travel, we have freedom to think. നമുക്ക് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ ഉണ്ട് അല്ലെ, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലെ, ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ. we can do anything with our freedom. എല്ലാം എന്നല്ല. അപ്പോ 1 minute. Okay. A long time ago, the British ruled our country. The Indians were miserable. Miserable means what? What do you mean by miserable? Toshan and Ida, turn on a video. Miserable means very bad. Dukkapurnamaya ennaanu meaning. Okay? Miserable. A long time ago, the British ruled our country. The Indians were miserable. They were not free in their own country. അല്ലെ, അവരുടെ കൺട്രിയിൽ പോലും, നമ്മുടെ ഇന്ത്യക്കാർക്ക് നമ്മുടെ രാജ്യത്ത് പോലും എന്തുണ്ടായിരുന്നില്ല? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. They were not free in their own country. അവരുടേതായ സ്വന്തം രാജ്യത്ത് പോലും നമ്മൾക്ക് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. All this happened before even I was born. ഇതെല്ലാം നടന്നത് എപ്പോഴാണ് ഈ ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചത്? നമ്മൾ ജനിച്ചതിന് ശേഷാണോ? ആണോടോ? നമുക്കിപ്പോ 8 വയസ്സാണ്. 8 കൊല്ലം മുന്നേ അല്ല, 5 കൊല്ലം മുന്നേ ആണ് ഇതൊക്കെ നടന്നത് അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണല്ലേ. ഇവിടെ ആന്റിയമ്മ പറയാണ്, all this happened before even I was born. അല്ലെ, ഇതെല്ലാം സംഭവിച്ചത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ ആയിരുന്നു, അല്ലെ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ആയിരുന്നു. നമ്മൾക്ക് എന്തേ അറിയുള്ളൂ? ഹിസ്റ്ററി പഠിക്കുമ്പോൾ അറിവ് മാത്രമേ ഉള്ളൂ അല്ലെ. The British sold things to Indians and made money. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തെന്ന് അറിയോ? British sold things. Sold means വിറ്റു അല്ലെ. The British sold things to Indians. അവരുണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ വന്നിട്ട് വിറ്റു. എന്നിട്ടോ ഇന്ത്യക്കാരുടെ പൈസ മൊത്തം, അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് വിൽക്കുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടി? വെറുതെ അവർ സാധനം തരുമോ? ഇല്ല അല്ലെ. We have to give money for them. Then they made money. എങ്ങനെ അവർ മണി ഉണ്ടാക്കിയത്? They made money by sold things. അല്ലെ, അവരുടേതായ സാധനങ്ങളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റ് ഇന്ത്യക്കാരുടെ പൈസ ആര് കൊണ്ടുപോയി? നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. They did not let them make their own things. അവരെന്ത് സമ്മതിച്ചില്ല? Now we can make many things as our own. അല്ലെ, നമ്മൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെ. എല്ലാ സാധനങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ ഇന്ത്യക്കാർക്ക് സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പണ്ട് ഈ ബ്രിട്ടീഷുകാർ ഇതിനൊന്നും സമ്മതിച്ചില്ല അല്ലെ. ഇന്ത്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല, ഞങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ മാത്രം ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് അവരുടെ സാധനങ്ങൾ അവിടുന്ന് ഉണ്ടാക്കിയിട്ട് വന്നു, ഇവിടെ കൊണ്ടുവന്ന് വിറ്റു, നമ്മുടെ പൈസ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. സ്വന്തമായിട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ വേണ്ടി സമ്മതിച്ചില്ല. They did not let them make their own things. Then Gandhiji got all Indians together. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഗാന്ധിജി എന്ന് പറഞ്ഞ സോഷ്യൽ റിഫോമർ, നമ്മുടെ രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മാഗാന്ധി വരുന്നത് അല്ലെ.
then Gandhiji got all Indians together. എല്ലാ ഇന്ത്യക്കാരെയും ഒരുമിച്ച് ഒരേ മനസ്സുള്ള ഒരേ വിചാരമുള്ള ഒരേ ലക്ഷ്യമുള്ള ഇന്ത്യക്കാരെ എല്ലാവരും നമ്മുടെ ഗാന്ധിജിക്ക് കിട്ടി. Then Gandhiji got all Indians together. Together means ഒരുമിച്ച്. Gandhiji spun his own cloth and wore khadi. ഗാന്ധിജി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തന്നെ ഡ്രസ് സ്പാൻ ചെയ്തു. ആൻഡ് ഹി wore khadi. അദ്ദേഹം എന്താ ധരിച്ചത്? അദ്ദേഹം എന്ത് മാത്രമേ ധരിച്ചുള്ളൂ? ഖാദി ഡ്രസ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അല്ലെ? He wore only khadi. He showed the Indians how they could do things for themselves. അദ്ദേഹം എന്താണ് അതിലൂടെ കാണിച്ചു കൊടുത്തത്? എന്താ കാണിച്ചു കൊടുത്തത്? He showed the Indians, ഇന്ത്യക്കാർക്ക് എന്താ കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. How they could do things for themselves. അവനവന് വേണ്ട കാര്യങ്ങള് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അല്ലെ? നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത് എന്ന് ഗാന്ധിജി തന്റെ പ്രജകളോട്, തന്റെ ഇന്ത്യക്കാരോട് പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു അല്ലെ? അല്ലാതെ എല്ലാ കാര്യത്തിലും ബ്രിട്ടീഷുകാരെ ആശ്രയിക്കാൻ വേണ്ടി പറ്റുമോ? We have to make our own things. He showed the Indians how they could do things for themselves. He even told them to make their own salt. He even told them to make their own salt. ഉപ്പ് പോലും, salt എന്നാണ് ഉപ്പാണ് അല്ലെ? ഉപ്പ് പോലും ഉണ്ടാക്കാൻ ആരൊക്കെ പറഞ്ഞു കൊടുത്തു? നമ്മുടെ ഗാന്ധിജി ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുത്തു. He even told അല്ലെ? ഉപ്പുണ്ടാക്കാൻ വേണ്ടി പോലും നമ്മുടെ ഗാന്ധിജി അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. He even told them to make their own salt. നമ്മൾ എന്തിനാ ഉപ്പ് വരെ അപ്പുറത്തേക്ക് നമ്മുടെ ബ്രിട്ടീഷുകാരോട് വാങ്ങുന്നത് അല്ലെ? വേറെയുള്ള കൺട്രിയിലെ ആൾക്കാരോട് എന്തിനു വാങ്ങണം? ഇന്ത്യക്കാരാക്കിയ സാധനങ്ങൾ മാത്രം നമ്മൾക്ക് വാങ്ങിയാൽ പോരെ? ഇന്ത്യക്കാർക്ക് മാത്രം ഡെവലപ്മെന്റ് പോരെ? ബ്രിട്ടീഷുകാർക്ക് എന്തിനാ നമ്മുടെ ഡെവലപ്മെന്റ് പുരോഗതി ഉണ്ടാക്കി കൊടുക്കേണ്ടത്? Okay then. He made them understand that they need not to be afraid. Afraid means fear. Afraid means പേടി. Afraid. Joyle, listen here. He made them understand that they need not to be afraid. അല്ലെ? പേടിക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് നമ്മുടെ ഗാന്ധിജി ഇന്ത്യക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. He made them understand, മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ? He made them understand that they need to be afraid. They could work together and free themselves. പിന്നെന്താ ഗാന്ധിജി പറഞ്ഞു കൊടുത്തത്? They could work together അല്ലെ? ഒരുമിച്ച് പണിയെടുക്കാം. ഒറ്റക്കൊറ്റക്കായിട്ട് നിന്നിട്ടല്ല. They can work together. അവർക്ക് ഒരുമിച്ച് പണിയെടുക്കാം. And free themselves. അതുപോലെ തന്നെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാം ചെയ്യാനുള്ള ഫ്രീഡം അല്ലെ? എല്ലാവർക്കും ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തത് ആരാണ്? വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലെ? Then that is exactly what happened. India became free on 15th August 1947 after a great struggle. You know the song of Raghupati Raghava Rajaram that we sing with Daddy. Gandhiji loved that song. People sang it a loud during the fight for freedom. നോക്ക, ആ പാരഗ്രാഫ് നോക്ക. That is exactly what happened. അതന്നെയാണ് സംഭവിച്ചത് അല്ലെ? ഏത്? നമ്മളെല്ലാവരും ഫ്രീ ആയില്ലേ? ഫ്രീ നേഷൻ ആയില്ലേ നമ്മുടെ ഇന്ത്യ അല്ലെ? Then India got independence on 15th August 1947 അല്ലെ? 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ ഒരു ഫ്രീ നേഷൻ ആയിട്ട് മാറി, സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. That is exactly what happened. India became free on 15th August 1947 after a great struggle. അല്ലെ? ഒരുപാട് സ്ട്രഗിളിന് ശേഷം, വലിയ സ്ട്രഗിളിന് ശേഷം നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറി. You know the song of Raghupati Raghava Rajaram? എന്നിട്ട് സരോജിനോട് ലെറ്റർ എഴുതല്ലേ ചെയ്യുന്നത്? സരോജിനോട് നമ്മുടെ ആന്റി ഉമ്മ ചോദിക്കണേ, Do you know the song of Raghupati Raghava Rajaram? Do you heard this song? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? രഘുപതി രാഘവ രാജാറാം കേട്ടിട്ടുണ്ടോ? നോ, ജൂലിയറ്റ് ഇതുവരെ കേട്ടിട്ടില്ല. സെർച്ച് ഇറ്റ് ഓൺ യൂട്യൂബിൽ നോക്കി കിട്ടും. Then you know the song of Raghupati Raghava Rajaram that we sing with Daddy. നമ്മൾ ഡാഡിന്റെ കൂടെ പണ്ട് പാടുന്ന ആ പാട്ട് രഘുപതി രാഘവ രാജാറാം നിനക്കറിയാമോ? പാട്ടറിയാമോ? ഗാന്ധിജി loved that song. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഏത്?
രഘുപതി രാഘവ രാജാറാം. People sang it a lot during the fight for freedom. അല്ലെ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെ, കഷ്ടപ്പെടുന്ന സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ പാടിയ പാട്ട് ഏതായിരുന്നു? രഘുപതി രാഘവ രാജാറാം എന്നുള്ളതായിരുന്നു. Mahatma Gandhi was born on 2nd October. What is the speciality of 2nd October? Yesterday was Gandhi Jayanti, അല്ലെ? Gandhiji was born on 2nd October. അപ്പൊ ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞ എന്താണ്? ഗാന്ധിജി ജനിച്ച ദിവസമാണ്, അല്ലെ? ഗാന്ധിജിന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. Mahatma Gandhi was born on 2nd October. Born means ജനിക്കുക, അല്ലെ? Mahatma Gandhi was born on 2nd October. The same date as you. എന്നിട്ട് സരോജിനോട് പറയണേ, നീ ജനിച്ച അതേ ദിവസം തന്നെ, ആ സെയിം ഡേറ്റ് തന്നെയാണ് ആരും ജനിച്ചത്? നമ്മുടെ ഗാന്ധിജി ജനിച്ചത്. He did so much for India. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിത ഫാത്തിമ. He did so much for India. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. So we have a holiday to celebrate his birth. അതുകൊണ്ട് തന്നെ നമുക്ക് 2nd October എന്തായിട്ട് വേണം? We need 2nd October as a holiday, അല്ലെ? ഒരു ഹോളിഡേ ആയിട്ട് വേണം. എന്തിനു വേണ്ടിട്ടാ? To celebrate his birthday. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. On this day, we should think about the good things he did for us. On this day, we have to think about the good things that we did for India. ഈ ദിവസം നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? എന്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടത്? On this day, we should think about only the bad things ഗാന്ധിജി നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പൊ ഓൺലി എന്നുള്ള വേർഡിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അദ്ദേഹം ചെയ്തു തന്ന എല്ലാ നന്മകളെ കുറിച്ചും എല്ലാ നല്ല കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾക്ക് ഈ ദിവസം ആലോചിക്കേണ്ടത്. On this day, we should think about the good things he did for us. So, darling Saroj, have a good time today. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നല്ല സമയമായിരിക്കട്ടെ നിനക്ക്. Have a good time today. But also think of the great soul with whom you share your birthday. But also think of the great soul with whom you share your birthday. അതേസമയം നീ ആരെയും കൂടി ചിന്തിക്കുക, ആരെയും കൂടി ഓർക്കണം നിന്റെ ഈ ബർത്ത്ഡേക്ക്. You should think about Gandhiji also, അല്ലെ? But also think of the great soul. Your great soul means Gandhiji, Mahatma Gandhi. But also think of the great soul with whom you share your birthday. You are loving Auntie Uma. Okay, that's the letter that wrote for Saroj by Auntie Uma. Auntie Uma Sarojine എഴുതിയ ലെറ്റർ ആണ് ഇവിടെ കാണിക്കുന്നത്. Okay, then our Saroj replied to this replied Auntie Uma by a letter also, അല്ലെ? Auntie Umയ്ക്കും ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. Auntie Uma ഇപ്പം വിഷ് ചെയ്തിട്ട് ലെറ്റർ എഴുതിയില്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സരോജിന് ലെറ്റർ എഴുതിയില്ലേ? ഇനി ഈ സരോജ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അത്. Look at the next one. Dear Auntie Uma, thank you for your letter. First, he thanked his auntie, അല്ലെ? അവർക്ക് താങ്ക്സ് പറയുന്നുണ്ട്. എനിക്കൊരു ലെറ്റർ എഴുതിയല്ലേ, എന്റെ ബർത്ത്ഡേ ഓർമ്മിച്ച്, അല്ലെ? എന്റെ ബർത്ത്ഡേ മറക്കാതെ എനിക്ക് ലെറ്റർ എഴുതിയല്ലേ, അവൻ താങ്ക് യു പറയാണ്. താങ്ക് യു ഫോർ യുവർ ലെറ്റർ. We had a good time on my birthday. പറഞ്ഞിട്ടുണ്ട്. Have a good time today എന്ന് നമ്മുടെ ആന്റി ഉമ സരോജിനോട് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സരോജ് പറയണേ, we had a good day on my birthday. എന്റെ ബർത്ത്ഡേ സൂപ്പർ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. We had a good time on my birthday. I ate. Ate means കഴിച്ചു. Ate. The past tense of eat. Guys, what are you doing with your eyes? Are you playing there? Okay. We had a good time on my birthday. I ate loads of ice cream and cake. Then he says that on my birthday, I ate loads of sweets and ice cream. അല്ലെ? എന്റെ ബർത്ത്ഡേ ദിവസം ഞാൻ ഒരുപാട് ഐസ്ക്രീംസും കേക്കും കഴിച്ചു. I wish you had been here with us. ഇപ്പം അതിന് മുന്നേ നമ്മുടെ ആന്റി ഉമ്മ സരോജിനോട് പറയുന്നുണ്ട്, എന്ത്? I wish I were there. അല്ലെ? ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഇവിടെ സരോജ് പറയുന്നത് എന്താണ്? I wish you had been here with us. നിങ്ങൾ കൂടി എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, അല്ലെ? I am proud that I was born on the same date as Gandhiji. അല്ലെ? Proud means അഭിമാനം. Proud. I am very proud because I was born on the same date as Gandhiji. അല്ലെ?
He says that he is very proud. കാരണം എന്താണ്? ഗാന്ധിജി ജനിച്ച അതേ ദിവസം തന്നെ അല്ലെ? ഗാന്ധിജിന്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് എന്റെ ഹാപ്പി ബർത്ത്ഡേ വരുന്നത്. സോ ഐ എം വെരി proud about that. In school we sang his song at the special assembly the next day. അപ്പൊ നമ്മൾക്കറിയാം October 2 എന്താണ്? ഹോളിഡേ ആണ് അല്ലെ? We have no classes on school. നമുക്ക് സ്കൂളിൽ ക്ലാസ്സസ് ഒന്നും ഇല്ല. അപ്പൊ ഇവൻ പറയാണ്, സരോജി പറയാണ്, നമ്മൾ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ പിറ്റേ ദിവസം, അതായത് ഇന്ന് 3rd ഒക്ടോബറിന് നമ്മുടെ സ്പെഷ്യൽ അസംബ്ലി വെച്ചിട്ട് നമ്മള് രഘുപതി രാഘവ രാജാറാം എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട്. In school we sang means പാടി, the past tense of sing, sang his song at the special assembly the next day. Mummy says she will bring me to see you this weekend. Mummy പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ മമ്മി പറഞ്ഞത്? Mummy says she will bring me to see you this weekend. ഈ വീക്കെൻഡില് അല്ലെ? ഈ വീക്കിന്റെ അവസാനം നമ്മളെ ആന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ, നിന്നെ കാണാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Mummy says she will bring me to see you this weekend. With loads of love, Saroj. That is end of our chapter, 9th chapter, A Letter to Saroj. How is it? How is it? Is it nice? Do you have any doubts? Do you have any doubts? No. Okay, Jewel and Jomal, I can see you. Stand your phone proper. Okay, take page number 38. Page number 38. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതിനുശേഷം നമുക്ക് ലെസൺ വായിക്കാം. Okay, page number 38. Match the columns to make correct sentences. Match the columns to make correct sentences. Okay, here we can see 2 columns. In the first column we can read, first one, Saroj's aunt, she wished, she told Saroj. Fourth one, she told Saroj about. And fifth one, Saroj thanked. In the opposite side we can see, first one, A, Gandhiji and what he did for India. Second one, B, wrote her a letter. And third one, Auntie Uma for the letter. D, Saroj on her birthday. E, it was Mahatma Gandhi's birthday too. Try to match the 2 columns. Match ചെയ്യാൻ വേണ്ടി നോക്കിയേ അലനെ. Where are you looking at? Try to match the columns, Alan. ആ കോളം മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ എല്ലാവരും. Make it fast. First one, Saroj's aunt. Make a line from 1 to B. ഒന്നിൽ നിന്നും ബിയിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. First one to B. Saroj's aunt wrote her a letter. Saroj's aunt wrote her letter. സരോജിന്റെ ആന്റി അവൾക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അല്ലേ? ജൂലിയറ്റ് ഭയങ്കര വായിക്കലാണ്, തെറ്റിപ്പോയി. It's okay, not a problem. Shahmavi, Toshin, Edwin, turn on a video. ഇല്ലാത്തവരെ ഞാൻ റിമൂവ് ചെയ്യേ. Edwin, turn on your video. First one to B and second one, she wished D, Saroj on her birthday. Second one to D. Second one to D.
Second one to D. Then third one. She told Saroj it was Mahatma Gandhi's birthday too. Third one to E. She told Saroj it was Mahatma Gandhi's birthday too. And fourth one to A. Fourth one A-യിലേക്കാണ്. വരയ്ക്കുന്നില്ലേ നിങ്ങള്? നിഹാര വരയ്ക്കുന്നില്ലേ മോള്? Yes, okay. She told Saroj about Gandhiji and what he did for India. Fourth one to A. And last one, fifth one. പിന്നെ ഒറ്റന്നെ ബാക്കിയുള്ളൂ അല്ലേ? Saroj thanked Auntie Uma for the letter. Fifth one, C-യിലേക്ക് വരയ്ക്കാം. Fifth one to C. Okay. Finished? ഇനി അതൊന്ന് വായിച്ചേ സന. നമ്മളിപ്പോ മാച്ച് ചെയ്തൊന്ന് വായിച്ചേ. പേജ് നമ്പർ 38 തന്നെയാണ്. Saroj Gandhi wrote her letter. She wished Saroj on her birthday. She told Saroj it was Mahatma Gandhi's birthday too. She told Saroj about Gandhiji and what he did for India. Saroj thanked Auntie Uma for the letter. Auntie Uma for the letter. നിന്റെ വാവ കറിയാണോ സന? Yeah. First, next to B. Answer these questions. Okay. How old is Saroj? Tell me the answer, please. How old is Saroj? Sarojന് എത്ര വയസ്സായി? ഇതാണ് വയസ്സ്. നമ്പർ കാണിച്ചേ എല്ലാവരും. ഓഹോ, ഇതിപ്പോ ഞാൻ എണ്ണി എടുക്കണല്ലോടാ. എത്ര വയസ്സായി? 7 വയസ്സാണല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് പറയാം? Saroj is 7 years old. You can say like that. Saroj is 7 years old. Saroj is 7 years old. Saroj is 7 years old. Okay. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ലെസന്റെ നോട്ട് തരാൻ ബാക്കിയുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? നോ. സേഫ്റ്റി കംസ് ഫസ്റ്റ് നോട്ട് മിസ് തന്നതാണല്ലേ? തന്നതല്ലേ? ആണോ അല്ലയോ? ഓക്കെ. നെക്സ്റ്റ് ലെറ്റേഴ്സ് ടു സരോജ് മാത്രമേ ഉള്ളൂ എനിക്ക് തരാനല്ലേ? And which is our next question? Okay, that's enough for today. Shall we wind up the class? Not going for the second question. Shall we wind up the class? Yes. Bye. See you in the next class. Be good children.